പ്രിയഞ്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത ദിവസം മുരുകാലയുടെ തൊട്ടടുത്ത് തന്നെ കോതണ്ടപാണി എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈസിൻ്റെ പൂജയാണ്. അപ്പം അവിടെ രാവിലെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരണു, എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ രാവിലെ ഈ പൂജയ്ക്ക് അവിടെ ചെന്നപ്പോൾ സുരേഷ് ചേട്ടനും രാജീവ് അഞ്ചലും അദ്ദേഹം രണ്ടുപേരും അവിടെ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവർ എന്നെ കണ്ട ഉടനെ തന്നെ ഇയാൾക്ക് ഭയങ്കര മാറ്റമാണല്ലോ. ഞാൻ പറഞ്ഞു അത് ഹിന്ദി പടത്തിന് വേണ്ടി മീശ എടുത്താണ്. അപ്പം രാജീവ് ഏട്ടൻ പറഞ്ഞു നമ്മുടെ പവി നന്ദു അല്ലല്ലേ എന്ന് സുരേഷ് ഏട്ടൻ ചോദിച്ചു. രാജീവിന് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പവിത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് കിട്ടുന്നത്. അഞ്ജുവിന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കണം. നീ ചീറ്റണ്ട, പറ. നാളെ രാത്രി അവർ അഞ്ജുവിനെ സിംഗപ്പൂർ കടത്തും. ഫുൾ ഷൂട്ടിംഗ് ബാംഗ്ലൂരായിരുന്നു. കുറച്ച് ഭാഗം ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്രയും രസകരമായി എന്താ പറയുന്നത്, ഒരു എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിംഗ് അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പറയാൻ. കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ലാലേട്ടൻ്റെ വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന പ്രൊഡ്യൂസറുടെ തന്നെ ജിപ്സി, സുരേഷ് ഏട്ടൻ വാങ്ങിച്ച ആ ജിപ്സി, പിന്നെ ഒരു BMW കാറ്, ഒരു ബെൻസ് കാറ്, ഒരു ലാലേട്ടൻ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രാംബ്ലർ ബൈക്ക്, ഇങ്ങനെ തുടങ്ങി ഒരു 5-6 വാഹനങ്ങൾ ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഞാൻ ഇതിലേതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നേരെ ബ്രിഗേഡ് റോഡിൽ വരും. അവിടുത്തെ സെക്യൂരിറ്റി അവസാനം ഒരു മാസം കഴിഞ്ഞ് വെച്ച് ഞാൻ ഏതോ ഭയങ്കര കോടീശ്വരനാണ് കേരളത്തിലെ. കാര്യം പറഞ്ഞാൽ ദിവസവും ഓരോ ബെൻസിലും BMW മാറി വരികയാണ്. ഇതൊന്നും നമ്മുടെ വണ്ടിയൊന്നും അല്ല. ഇതൊന്നും ഞാൻ പിടിക്കാം. അതിനകത്ത് ആ പ്രിൻസേട്ട എന്നുള്ള വിളിയാണ്. അത് ഞാൻ അറിയാതെ വിളിച്ചു പോയ ഒരു ഇതാണ്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ അത് അപ്രിഷ്യേറ്റ് ചെയ്തു. ആ ഒരു വിളി നല്ല രസമുള്ള ഒരു ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പം എന്തായാലും ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയത് എനിക്കൊരു ലൈഫിലെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും നല്ലൊരു വേഷം, സിനിമയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷം. അതാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അന്ന് അതിനുള്ളൊരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ അന്ന് പബ്ലിസിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് സിനിമകളും ഒരുപാട് യങ്സ്റ്റേഴ്സിനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ടായിരുന്ന വെച്ചാൽ ഒരുപക്ഷെ അന്നേ ഞാൻ രക്ഷപ്പെട്ട് പോയേനെ. പക്ഷെ അന്ന് ആ സിനിമയോടുകൂടി പിന്നെ വീണ്ടും ഞാൻ എന്താ പറയുക സ്ക്വയർ വണ്ണിലേക്ക് വന്നു. പിന്നെയും ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു. അണ്ടിൽ സ്പിരിറ്റ് 30-33 വർഷമായി ആ സിനിമയിൽ വന്നിട്ട്. ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും രസകരമായ ഒരു സിനിമ ഏതെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എടുത്തു പറയാൻ ബട്ടർഫ്ലൈസാണ്. ഒരുപാട് സിനിമകൾ വളരെ നല്ല ലൊക്കേഷൻ അനുഭവങ്ങളുണ്ടെങ്കിലും ആദ്യം എടുത്തു പറയുന്നത് ബട്ടർഫ്ലൈസ് ആയിരിക്കും.